തെർമോഡൈനാമിക്സിലെ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധയിൽ ഞാൻ പെടുത്തുകയാണ്. ഓക്കെ സനിയാഷ്, തെർമോഡൈനാമിക്സ് പ്രോബ്ലംസ് ഉണ്ടാവും. എല്ലാവരും ശ്രദ്ധിച്ചിട്ടായിരിക്കണം ഇരിക്കേണ്ടത്. പേനയും ഒരു പേപ്പറും കയ്യിൽ കരുതിയാൽ നന്നാകും. സനിയാഷ്, തെർമോഡൈനാമിക്സ് നമുക്കറിയാം, എനർജി ട്രാൻസ്ഫോർമേഷനെ കുറിച്ച് പഠിക്കുന്ന കെമിസ്ട്രിയുടെ ഒരു ഭാഗമാണ് തെർമോഡൈനാമിക്സ്. ഫിസിക്കൽ കെമിസ്ട്രിയാണ്. സിസ്റ്റം സറൗണ്ടിങ്, നാം ഏതിനെക്കുറിച്ച് പഠിക്കുന്നോ ആ ഭാഗമാണ് സിസ്റ്റം. ടൈപ്സ് ഓഫ് സിസ്റ്റം, ഓപ്പൺ സിസ്റ്റം, ക്ലോസ്ഡ് സിസ്റ്റം, ഐസൊലേറ്റഡ് സിസ്റ്റം. എനർജി ട്രാൻസ്ഫോർമേഷൻ, സിസ്റ്റത്തിൻ്റെ ക്ലാസിഫിക്കേഷൻ, പ്രോസസ്സുകൾ, ഐസോതെർമൽ പ്രോസസ്സ്, ഐസോബാരിക് പ്രോസസ്സ്, ഐസോകോറിക് പ്രോസസ്സ്, അഡയാബാറ്റിക് പ്രോസസ്സ്, സൈക്ലിക് പ്രോസസ്സ്, റിവേഴ്സിബിൾ പ്രോസസ്സ്, ഇറിവേഴ്സിബിൾ പ്രോസസ്സ്. ആ പ്രോസസ്സിലൊക്കെ കണ്ടീഷൻ മനസ്സിലാക്കണം. ഐസോതെർമൽ ടെമ്പറേച്ചർ കോൺസ്റ്റൻറ്റ് ഡെൽറ്റ ടി ഈക്വൽ ടു 0. ഐസോതെർമൽ പ്രോസസ്സിൽ ഡെൽറ്റ യുവും 0 ആണ്. ഐസോബാരിക് പ്രഷർ കോൺസ്റ്റൻറ്റ് ഡെൽറ്റ പി ഈക്വൽ ടു 0. ഐസോകോറിക് ഡെൽറ്റ വി ഈക്വൽ ടു 0. അഡയാബാറ്റിക് പ്രോസസ്സ് നോ ഹീറ്റ് എൻറ്റേഴ്സ് ഓർ ലീവ്സ് ഔട്ട് ദ സിസ്റ്റം, ക്യു ഈക്വൽ ടു 0. സൈക്ലിക് പ്രോസസ്സ് തുടങ്ങിയ സ്ഥലത്ത് തന്നെ സിസ്റ്റം എത്തിച്ചേരുന്ന പ്രോസസ്സാണ്. സനിയാഷ്, ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പഠിക്കുന്ന സ്ഥലത്ത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജിയാണ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ച ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് ആയിരുന്നു. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി, എനർജി ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. ദ ടോട്ടൽ mass and energy of an isolated system is always constant. Law of conservation of energy, അതിൻ്റെ ഇക്വേഷൻ ഫസ്റ്റ് ലോൻ്റെ മാത്തമാറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ ഡെൽറ്റ യു ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു. ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു. ഡെൽറ്റ യു ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു. ഈ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ ഹീറ്റും വർക്കും തന്നു. ഹീറ്റും വർക്കും ക്വസ്റ്റ്യനിൽ തന്നിട്ട് ഇൻറ്റേർണൽ എനർജി ചേഞ്ച് ഡെൽറ്റ യു ചോദിച്ചു കഴിഞ്ഞാൽ വേഗാണ്ട് ശരിയാവുമെന്ന് വിചാരിച്ചിട്ട് ചെയ്യേണ്ട. ഫോർ എക്സാമ്പിൾ, ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ NCERT ടെക്സ്റ്റ് ബുക്കിലെ ഒരു ക്വസ്റ്റ്യനാണ്. കാൽക്കുലേറ്റ് ദ ഇൻറ്റേർണൽ എനർജി ചേഞ്ച് വെൻ കാൽക്കുലേറ്റ് ദ ഇൻറ്റേർണൽ എനർജി ചേഞ്ച് വെൻ എ സിസ്റ്റം അബ്സോർബ്. ഓക്കെ, NCERT ഒരു ക്വസ്റ്റ്യനാണ്, എൻ്റെ മൈൻഡിൽ നിന്ന് പെട്ടെന്ന് പോയി. കാൽക്കുലേറ്റ് ദ ഇൻറ്റേർണൽ എനർജി ചേഞ്ച് വെൻ 701 ജൂൾ ഹീറ്റ് 701 701 ജൂൾ ഹീറ്റ് ഈസ് അബ്സോർബ്ഡ് ബൈ ദ സിസ്റ്റം ആൻഡ് 394 ജൂൾ വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം. ക്ലാസ് ശ്രദ്ധിക്കണം. 394 ജൂൾ വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം. 701 ജൂൾ ഹീറ്റ് അബ്സോർബ്ഡ് ബൈ ദ സിസ്റ്റം. What is the change in internal energy? ഇതാണ് ക്വസ്റ്റ്യൻ. The answer is delta U is equal to Q plus W. Delta U equal to Q plus W. അപ്പോൾ നമ്മളെല്ലാവരും ചെയ്യുന്ന പണി എന്താ? ഹീറ്റ് 701 പ്ലസ് വർക്ക് 394. ഇത് രണ്ടും ആഡ് ചെയ്ത് കൊടുത്താൽ 1000 മേലുള്ള ഒരു ഉത്തരമായിരിക്കും. The answer is absolutely wrong. ഇത് രണ്ടും ആഡ് ചെയ്താൽ ഉത്തരം കിട്ടൂല. അതിൻ്റെ അർത്ഥം ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റ് ഉണ്ട്. ഹീറ്റിൻ്റെയും വർക്കിൻ്റെയും സൈൻ കൺവേർഷൻ കെമിസ്ട്രിയിലെ തെർമോഡൈനാമിക്സിൽ ശ്രദ്ധിക്കണം. സിസ്റ്റം ഹീറ്റ് അബ്സോർബ് ചെയ്താൽ ദാറ്റ് ഹീറ്റ് ഈസ് ടേക്കൺ ആസ് പോസിറ്റീവ്. സിസ്റ്റം ഹീറ്റ് റിലീസ് ചെയ്താൽ ദാറ്റ് ഹീറ്റ് ഈസ് ടേക്കൺ ആസ് നെഗറ്റീവ്. പിന്നെ വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം ഈസ് പോസിറ്റീവ് അഥവാ കംപ്രഷൻ. വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം എക്സ്പാൻഷൻ ഈസ് ടേക്കൺ ആസ് നെഗറ്റീവ്. സോ ഹീറ്റ് ഈസ് അബ്സോർബ്ഡ്. സോ 701 എന്നുള്ളത് കുഴപ്പമില്ല, പോസിറ്റീവ് സൈനാണ്. 394 ജൂൾ വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം. അപ്പോൾ വർക്ക് ഡൺ ബൈ ദ സിസ്റ്റമാണ്. സോ ദാറ്റ് വർക്ക് ഈസ് ടേക്കൺ ആസ് നെഗറ്റീവ്. അപ്പോൾ 701 മൈനസ് 394. 701 394 കുറക്കാണ് ചെയ്യേണ്ടത്. അതാണ് അതിൻ്റെ ആൻസർ. 701 394 കുഴച്ചാൽ 307 ഒക്കെ ആയിരിക്കും വരിക. 307 കിലോ ജൂൾ ഹീറ്റൊക്കെ ആയിരിക്കും വരിക.
അപ്പോൾ ശ്രദ്ധിക്കണം, ഹീറ്റ് അബ്സോർബ് ചെയ്താൽ പോസിറ്റീവ്, ഹീറ്റ് റിലീസ് ചെയ്താൽ നെഗറ്റീവ്. വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം പോസിറ്റീവ്, വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം നെഗറ്റീവ്. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഞാൻ പറഞ്ഞു, ഡെൽറ്റ യു ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു. ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു. ഓക്കെ, ഹീറ്റും വർക്കിൻ്റെയും വാല്യൂ കൊടുക്കുന്നത്. വർക്കിൻ്റെ ഇക്വേഷൻ ഡബ്ല്യു ഈക്വൽ ടു പി ഡെൽറ്റ വി. ഇറിവേഴ്സിബിൾ വർക്കിൻ്റെ ഇക്വേഷൻ, റിവേഴ്സിബിൾ വർക്കിൻ്റെ ഇക്വേഷൻ -2.303 nRT log VF by VI. VF by VI. ഓക്കെ, ഈ ഇക്വേഷനൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം. ലിസൺ ഹിയർ, ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിലെ ഇക്വേഷൻ എല്ലാവരും ഒന്ന് പറഞ്ഞ്, ഫസ്റ്റ് ലോ ഇക്വേഷൻ എന്ന് പറഞ്ഞ്, ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു പറ, ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു. ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു. ഇത് നമുക്ക് ഡിഫറെൻറ്റ് ഫോമിൽ എഴുതാം. ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു ക്യൂ പ്ലസ് വർക്കിൻ്റെ ഇക്വേഷൻ പി ഡെൽറ്റ വി. അങ്ങനെയും ചെയ്യാം. ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു ക്യൂ പ്ലസ് പി ഡെൽറ്റ വി. ക്യൂ പ്ലസ് പി ഡെൽറ്റ വി. ലിസൺ ഹിയർ, ഇനി ഓരോ കണ്ടീഷനിൽ നമുക്ക് ഇതിന് വ്യത്യസ്ത ഫോം ഉണ്ടാവും. ഡെൽറ്റ യു ഈക്വൽ ടു ക്യൂ പ്ലസ് പി ഡെൽറ്റ വി, ഡെൽറ്റ യു ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു. ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞു, ഐസോതെർമൽ പ്രോസസ്സിൽ ഐസോതെർമൽ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആണ്, ഡെൽറ്റ ടി 0 ആണ്, ഡെൽറ്റ യുവും 0 ആണ്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ലോൻ്റെ ഇക്വേഷൻ ഡെൽറ്റ യു 0 ആണ്. അപ്പോൾ 0 ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു, 0 ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു, ക്യൂ ഈക്വൽ ടു മൈനസ് ഡബ്ല്യു, ക്യൂ ഈക്വൽ ടു മൈനസ് ഡബ്ല്യു. ഫസ്റ്റ് ലോ തെർമോഡൈനാമിക്സ് ഐസോതെർമല്, ക്യൂ ഈക്വൽ ടു മൈനസ് ഡബ്ല്യു ഐസോതെർമല്. അടുത്ത ഐസോകോറിക്. ഐസോകോറിക് എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കണം, ഐസോകോറിക്കിൽ ഡെൽറ്റ വി വോളിയം ചേഞ്ച് ഇല്ല, ഡെൽറ്റ വി 0. അപ്പോൾ ഡെൽറ്റ യു ഈക്വൽ ടു ക്യൂ, ഡെൽറ്റ യു ഈക്വൽ ടു ക്യൂ. അടുത്ത് അഡയാബാറ്റിക്കിൽ ക്യൂ ഈക്വൽ ടു 0. അപ്പോൾ ഡെൽറ്റ യു ഈക്വൽ ടു ഡബ്ല്യു, ഡെൽറ്റ യു ഈക്വൽ ഡബ്ല്യു. ഇങ്ങനെ ഫസ്റ്റ് ലോ അതിൻ്റെ വ്യത്യസ്ത ഫോമുകളുണ്ട്, അത് പ്രാധാന്യമാണ്. ഫസ്റ്റ് ലോയുമായി ബന്ധപ്പെട്ട പ്രോബ്ലം ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഈ ചാപ്റ്ററിൻ്റെ ഒരു 80% ചാപ്റ്ററിൻ്റെ വളരെ ഭാഗവും എനർജി ട്രാൻസ്ഫോർമേഷനെ കുറിച്ച് പഠിക്കുന്ന കോൺസെപ്റ്റ് എൻതാൽപ്പിയാണ്. എൻതാൽപ്പി തെർമോഡൈനാമിക്സിൻ്റെ ക്ലാസ് എടുക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ കേൾക്കുന്ന സാധനമാണ് എൻതാൽപ്പി. ഒരുപാട് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ, എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ, എൻതാൽപ്പി ഓഫ് കമ്പസ്റ്റൻ, എൻതാൽപ്പി ഓഫ് ന്യൂട്രലൈസേഷൻ, എൻതാൽപ്പി ഓഫ് സൊല്യൂഷൻ, എൻതാൽപ്പി ഓഫ് ഹൈഡ്രേഷൻ, ഇഷ്ടം പോലെ എൻതാൽപ്പി. നമ്മളിങ്ങനെ ക്ലാസ്സിൽ എൻതാൽപ്പി അങ്ങനെ ഇരിക്കും. എൻതാൽപ്പി ഈസ് റെപ്രസെൻറ്റ് ബൈ ദ ലെറ്റർ എച്ച്. എൻതാൽപ്പി ചേഞ്ച് ഡെൽറ്റ എച്ച്. എൻതാൽപ്പി ചേഞ്ചും ഇൻറ്റേർണൽ എനർജി ചേഞ്ചും തമ്മിലുള്ള ബന്ധം ഡെൽറ്റ എച്ച് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി. ഡെൽറ്റ എച്ച് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി. എല്ലാവരും എൻ്റെ പ്രാവശ്യത്തിൽ 3 പ്രാവശ്യം പറഞ്ഞ് എൻ്റെ കൂടെ, ഡെൽറ്റ എച്ച് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി, ഡെൽറ്റ എച്ച് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി, ഡെൽറ്റ എച്ച് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി. ഈ ഒരു ഇതിൻ്റെ ബേസിൽ നമ്മുടെ പരീക്ഷയ്ക്ക് ഒരു ചോദ്യം ചോദിക്കും, ഒരു ഇക്വേഷൻ തന്നിട്ട്. ഈ വരുന്ന പബ്ലിക് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ അകത്തുണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഡെൽറ്റ എച്ചും ഡെൽറ്റയും തമ്മിലുള്ള റിലേഷൻ വെച്ചൊരു ഒരു പ്രോബ്ലം, ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. അതെന്താണെന്ന് ചോദിച്ചാൽ, പി ഡെൽറ്റ വി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ പഠിച്ചാണ്. ഗ്യാസിൻ്റെ കേസിൽ പി വി ഈക്വൽ ടു NRT, ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ, പി വി ഈക്വൽ ടു NRT. അപ്പോൾ പി ഡെൽറ്റ വി ഈക്വൽ ടു ഡെൽറ്റ NGRT. ഡെൽറ്റ NGRT ഗ്യാസിൻ്റെതാണ് ഇവിടെ എടുക്കുക, ഡെൽറ്റ NGRT. സോ ദ ഇക്വേഷൻ ഡെൽറ്റ എച്ച് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ NGRT. ഡെൽറ്റ എച്ച് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ NGRT. ഡെൽറ്റ NGRT ഇതെങ്ങനെ പ്രോബ്ലത്തിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നുള്ള കോൺസെപ്റ്റാണ്. ജസ്റ്റ് ലുക്ക് ഹിയർ. നൈട്രജനും ഹൈഡ്രജനും കൂടി ചേർന്നിട്ട്, ലിസൺ ഹിയർ, N2 ഗ്യാസ് പ്ലസ് 3H2 ഗ്യാസ് ഗിവ്സ്, N2 ഗ്യാസ് പ്ലസ് 3H2 ഗ്യാസ് ഗിവ്സ് 2NH3 ഗ്യാസ്, 2NH3 ഗ്യാസ്. N2 ഗ്യാസ് പ്ലസ് 3H2 ഗ്യാസ് ഗിവ്സ് 2NH3 ഗ്യാസ്. ലിസൺ ഹിയർ, ഡെൽറ്റ എച്ചും ഡെൽറ്റയും തമ്മിലുള്ള റിലേഷനാണ് ചോദിച്ചത്.
അവർ തമ്മിൽ റിലേഷൻ ചോദിച്ചപ്പോൾ നമ്മൾ ആദ്യം ഡെൽറ്റ എൻ ജി എത്രയെന്ന് കാണണം. നമ്പർ ഓഫ് മോളിൻ്റെ ചേഞ്ച്, ഡെൽറ്റ എന്ന് പറഞ്ഞാൽ ചേഞ്ചാണ്. ഡെൽറ്റ എൻ ജി ഈക്വൽ ടു പ്രൊഡക്റ്റിന് നമ്പർ ഓഫ് മോൾ 2 ആണ്, റിയാക്റ്റിന് നമ്പർ ഓഫ് മോൾ 4 ആണ്. സോ 2 മൈനസ് 4 ഈക്വൽ ടു -2. ഡെൽറ്റ എൻ ജി is -2. So delta H equal to, isn't here? Delta H equal to delta U minus 2RT. Delta U minus 2RT. ഡെൽറ്റ എച്ചും ഡെൽറ്റയും തമ്മിൽ റിലേഷനാണ്. നിങ്ങളുടെ പരീക്ഷയ്ക്ക് ഡെൽറ്റ യുവിൻ്റെ വാല്യൂ തന്നാൽ നിങ്ങൾക്ക് ഇക്വേഷനിൽ കൊടുത്തിട്ട് ഗ്യാസ് കോൺസ്റ്റൻ്റെ വാല്യൂം കൊടുത്തിട്ട് ക്വസ്റ്റ്യനിൽ തന്ന ടെമ്പറേച്ചറും കൊടുത്താൽ നിങ്ങൾക്ക് ഡെൽറ്റ എച്ച് കാണാം. ഡെൽറ്റ യു ചോദിച്ചാൽ ഡെൽറ്റ എച്ചിൻ്റെ വാല്യൂ തന്നാൽ ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് പ്രോബ്ലം ചെയ്യാം. ഡെൽറ്റ എച്ചും ഡെൽറ്റയും തമ്മിലുള്ള റിലേഷനാണ് ഈ കോൺസെപ്റ്റ്. അത് വെച്ച് നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യാം. എൻതാൽപ്പിയുടെ ഇക്വേഷനാണ് പറഞ്ഞത്, ഡെൽറ്റ എച്ചും ഡെൽറ്റയും തമ്മിലുള്ള റിലേഷനാണ് പറഞ്ഞത്. പിന്നെ ഈ ചാപ്റ്ററിൽ ഒരുപാട് എൻതാൽപ്പി ചേഞ്ചിനെ കുറിച്ച് പഠിക്കുന്നിടത്ത് വളരെ പ്രധാനപ്പെട്ട 2 എൻതാൽപ്പി ചേഞ്ചാണ് എൻതാൽപ്പി ഓഫ് ഫോമേഷനും എൻതാൽപ്പി ഓഫ് കമ്പസ്റ്റനും. ഓക്കെ, വാട്ട് ഈസ് ദിസ്? What is this? What is this? Carbon dioxide. 1 mole carbon dioxide. What is this? Good, carbon. What is this? Oxygen. കാർബണും ഓക്സിജനും കൂടി ചേർന്ന് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടായി. 1 മോൾ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവാൻ വേണ്ട ഇക്വേഷൻ C+O2 gives CO2. എങ്കിൽ ആ റിയാക്ഷൻ്റെ എൻതാൽപ്പിയെ നമുക്ക് എൻതാൽപ്പി ഓഫ് ഫോമേഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയണമെങ്കിൽ 1 മോൾ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവണം. അതിൻ്റെ കോൺസ്റ്റിറ്റ്വൻ്റ് എലമെൻ്റ് നിന്ന്, കാർബൺ ഡൈ ഓക്സൈഡിലെ കോൺസ്റ്റിറ്റ്വൻ്റ് എലമെൻറ്റുകൾ കാർബണും ഓക്സിജനുമാണ്. കോൺസ്റ്റൻ്റ് എലമെൻറ്റുകൾ കൂടി ചേർന്നിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവണം. O2വിൻ്റെ സ്റ്റേബിൾ സ്റ്റേറ്റ് ഗ്യാസാണ്, കാർബണിൻ്റെ സ്റ്റേബിൾ സ്റ്റേറ്റ് സോളിഡാണ്. പക്ഷേ കാർബണിന് അലോട്രോപ്സ് ഉണ്ട്, ഡയമണ്ടും ഗ്രാഫൈറ്റും ഒക്കെ ഉണ്ട്. കാർബണിൻ്റെ ഏറ്റവും സ്റ്റേബിൾ അലോട്രോപിക് ഫോം ഗ്രാഫൈറ്റ് ആണ്. സോ കാർബൺ സോൾഡ് ഗ്രാഫൈറ്റ് പ്ലസ് O2 ഗ്യാസ് ഗീവ് CO2. ദിസ് ഈസ് ദ എൻതാൽപ്പി ഓഫ് ഫോമേഷൻ. അപ്പോൾ എൻതാൽപ്പി ഓഫ് ഫോമേഷൻ ഡെഫിനിഷൻ, ഇറ്റ് ഈസ് ദ എൻതാൽപ്പി ചേഞ്ച് വെൻ 1 mole ഓഫ് എ സബ്സ്റ്റൻസ് വാസ് ഫോംഡ് ഫ്രം its constituent elements in most stable state. അതാണ് എൻതാൽപ്പി ഓഫ് ഫോമേഷൻ. ഇനി എൻതാൽപ്പി ഓഫ് കമ്പസ്റ്റൻ, കത്തുന്ന സമയത്തുള്ള എൻതാൽപ്പി ഓഫ് കമ്പഷൻ, അതിൻ്റെ എൻതാൽപ്പി, അതിൻ്റെ ഇക്വേഷൻ. ഇപ്പോൾ കാർബൺ കത്തുന്ന ഇക്വേഷൻ എന്താ? കാർബൺ കത്തുന്ന ഇക്വേഷൻ ഫ്രീ എക്സസ് എയറിൽ കാർബൺ കത്തുന്ന ഇക്വേഷൻ C+O2 gives CO2. C+O2 gives CO2. എങ്കിൽ ആ റിയാക്ഷൻ്റെ എൻതാൽപ്പിയെ നമുക്ക് എൻതാൽപ്പി ഓഫ് കമ്പസ്റ്റൻ ഓഫ് കാർബൺ, കത്തിയാൾ കാർബൺ ആണ്, എൻതാൽപ്പി ഓഫ് കമ്പസ്റ്റൻ ഓഫ് കാർബൺ എന്ന് പറയണമെങ്കിൽ കണ്ടീഷൻ 1 മോൾ കാർബൺ, 1 മോൾ കാർബൺ ഫ്രീ എക്സസ് എയറിൽ ബേൺ ചെയ്യുമ്പോൾ റിലീസാവുന്ന എനർജിയാണ് എൻതാൽപ്പി ഓഫ് കമ്പസ്റ്റൻ. ഈ കത്തുന്ന എൻതാൽപ്പി എപ്പോഴും നെഗറ്റീവ് സൈൻ ആയിരിക്കും. കാരണം ആ പ്രോസസ്സ് എക്സോതെർമിക്കാണ്. എക്സോതെർമിക്കിൻ്റെ എൻതാൽപ്പി ചേഞ്ച് നെഗറ്റീവായിരിക്കും, എൻഡോതെർമിക്കിൻ്റെ എൻതാൽപ്പി ചേഞ്ച് പോസിറ്റീവായിരിക്കും. അപ്പോൾ എൻതാൽപ്പി ഓഫ് ഫോമേഷനും എൻതാൽപ്പി ഓഫ് കമ്പസിനെയും കുറിച്ച് നിങ്ങൾക്കൊരു നല്ലൊരു ഐഡിയ വേണം. പിന്നെ ഈ ചാപ്റ്ററിൽ ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ് ഹെസ്സസ് ലോയുടെ ബേസിലുള്ളൊരു ക്വസ്റ്റ്യൻ. നമ്മൾ എന്തായാലും പ്രതീക്ഷിക്കാതെ നമ്മൾ പോകരുത്. ഹെസ്സസ് ലോയുടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന് പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കയ്യിൽ കിട്ടും നിങ്ങൾക്ക് എത്രത്തോളം പ്രതീക്ഷയുണ്ടോ അത്രത്തോളം പ്രതീക്ഷ നൽകേണ്ട ഒരു സാധനമാണ് ഹെസ്സസ് ലോയുടെ ഒരു പ്രോബ്ലം. ഹെസ്സസ് ലോ, the enthalpy change is same whether the process takes place in a single step or several step. Hess's law, enthalpy ഒരു സ്റ്റേറ്റ് ഫംഗ്ഷനാണ്. Do not depends upon the path, depends upon on initial value and final value. The value is same whether the process takes place in a single step or several step.
ഹെസ്സസ് ലോ ഇല്ലസ്ട്രേറ്റ് ചെയ്യാനും ചോദിക്കും. ഞാൻ ഹെസ്സസ് ലോ എന്താണെന്ന് വ്യക്തമായി പറയുന്നതിൻ്റെ മുന്നേ അതുമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ഹെസ്സസ് ലോ എന്താണെന്ന് മനസ്സിലാവും. ദ ക്വസ്റ്റ്യൻ ഈസ്, ഒരുപാട് പ്രാവശ്യം പരീക്ഷയിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ. ഞാൻ പ്രീവിയസ് ക്വസ്റ്റ്യൻ ക്ലാസ്സിൻ്റെ ഇടയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഒരുപാട് പ്രാവശ്യം ചോദിച്ചൊരു ക്വസ്റ്റ്യൻ. ദ എൻതാൽപ്പി ഓഫ് കമ്പസ്ഷൻ ഓഫ് കാർബൺ ആൻഡ് കാർബൺ മോണോക്സൈഡ്. The enthalpy of combustion of carbon and carbon monoxide is minus 393 kilojoule and minus 283 kilojoule respectively. ശ്രദ്ധിക്കണം, കുട്ടികൾ ഈ ക്വസ്റ്റ്യൻ പരിചയം ഉണ്ടാവും. എന്നാൽ ഞാൻ പറയുന്നു, നിങ്ങളുടെ കയ്യിൽ പേനയും പേപ്പറും ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്നിങ്ങനെ മാർക്ക് ചെയ്യണം. മൊബൈൽ കയ്യിൽ പിടിച്ചിട്ടുണ്ടാകും. The enthalpy of combustion of carbon and carbon monoxide is minus 393 kilojoule and minus 283 kilojoule. What is the enthalpy of formation of carbon monoxide? What is the enthalpy of formation of carbon monoxide? Very interesting. ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പരീക്ഷ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ക്വസ്റ്റ്യൻ പേപ്പറിലെ ചോദ്യങ്ങളൊക്കെ ഇങ്ങനെ ഓടിച്ച് നോക്കും. നിങ്ങൾ ഓടിച്ച് നോക്കിയിട്ട് നിങ്ങൾ കോൺഫിഡൻ്റ് ആവണം. നിങ്ങൾ അപ്പോഴേ നിങ്ങൾക്ക് എഴുതുമ്പോൾ കൈക്ക് നല്ലൊരു മാനസിക ധൈര്യം കിട്ടുള്ളൂ. ഓടിച്ച് നോക്കുമ്പോൾ കോൺഫിഡൻ്റ് ആവണം. അതിന് നമ്മൾ എല്ലാ ചാപ്റ്ററും നമ്മൾ പഠിച്ച് പോകണം. പ്രീവിയസ് ക്വസ്റ്റ്യനുകളെ കുറിച്ച് വ്യക്തമായ ബോധം വേണം. അപ്പോൾ ആ ടൈപ്പ് ചോദ്യങ്ങളായിരിക്കും പരീക്ഷയ്ക്ക് വരിക. അപ്പോൾ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇഷ്ടം പോലെ സമയമുണ്ട് ഇപ്പം നോക്കി ഇരിക്കാൻ. വെറുതെ ഇരിക്കാനും ഇഷ്ടം പോലെ സമയമുണ്ട്. കൂടുതൽ സമയം പഠിക്കാനും ഇഷ്ടം പോലെ സമയമുണ്ട്. ഏതൊരു അവസരത്തെയും പോസിറ്റീവായിട്ട് ഉപയോഗിക്കാൻ നിങ്ങൾക്ക് വ്യക്തമായ വിജയം ഉണ്ടാവും. അപ്പോൾ ആയതുകൊണ്ട് ഈ ഒരു സമയം, ലോക്ക്ഡൗണിൻ്റെ സമയം, ഇങ്ങനത്തെ ഒരു കണ്ടീഷൻ വന്ന സ്ഥിതിക്ക് നിങ്ങൾ ഈ സമയത്തെ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും ക്രിയാത്മകമായ ഒരു ഇടവേളയായിട്ട് നിങ്ങൾ ഉപയോഗപ്പെടുത്തണം. നിങ്ങൾ പൂർണ്ണമായിട്ടും പഠനത്തിന് വേണ്ടി നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. എനിവേ ലിസൺ ഹിയർ. ദ എൻതാൽപ്പി ഓഫ് കമ്പഷൻ ഓഫ് കാർബൺ ആൻഡ് കാർബൺ മോണോക്സൈഡ്, എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ആണ് ചോദിച്ചത്. അപ്പോൾ നമ്മൾ തന്ന ഇക്വേഷൻസ് ചെയ്താൽ, ഇപ്പോൾ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളൂ കമ്പസ്റ്റൻ്റെ ഇക്വേഷൻ, കാർബൺ കത്തുന്ന ഇക്വേഷൻ. 1 മോൾ കാർബൺ ഓക്സിജനുമായി കൂടിച്ചേർന്നിട്ട് കാർബൺ ഡൈ ഓക്സൈഡായി മാറുന്നു. ഗുഡ്സ്. അതിൻ്റെ എൻതാൽപ്പി ഓഫ് കമ്പസ്റ്റൻ ഇവർ തന്നു. അതിൻ്റെ എൻതാൽപ്പി ചേഞ്ച് -393 കിലോജൂൾ. -393 കിലോജൂൾ. ഗുഡ്സ്. എൻതാൽപ്പി ഓഫ് കമ്പസ്റ്റൻ ഓഫ് കാർബൺ മോണോക്സൈഡ്. കാർബൺ മോണോക്സൈഡ് കത്തിയാലും കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവുള്ളൂ. സോ CO പ്ലസ് ഹാഫ് O2 ഗിവ്സ് CO2. അതിൻ്റെ ഡെൽറ്റ H ഈക്വൽ ടു -283 കിലോജൂൾ. ഇവർ ചോദിച്ചത് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് കാർബൺ മോണോക്സൈഡ്. ഗുഡ്സ്. നമ്മളിപ്പം കുറച്ച് മുമ്പേ പറഞ്ഞിട്ടുള്ളൂ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ്റെ ഇക്വേഷൻ. 1 മോൾ കാർബൺ മോണോക്സൈഡ് ഫോം ചെയ്യാൻ വേണ്ട കോൺസ്റ്റൻ്റ് എലമെൻറ്റ് കൂടിച്ചേരുന്ന ഇക്വേഷൻ. C പ്ലസ് ഹാഫ് O2 ഗിവ് CO. ഇതാണ് അവർ ചോദിച്ചത്. ഡെൽറ്റ H ഈക്വൽ ടു ക്വസ്റ്റ്യൻ മാർക്ക്. ഇങ്ങനെ 2 ഇക്വേഷൻ തന്നു. മൂന്നാമത്തെ ഇക്വേഷൻ എൻതാൽപ്പി കണ്ടുപിടിക്കണം. ഇങ്ങനത്തെ ഇനി 2 ഇക്വേഷൻ തന്നാലും 3 ഇക്വേഷൻ തന്നാലും എന്താണെങ്കിലും തന്നിരിക്കുന്ന ഇക്വേഷന് നിങ്ങൾ നമ്പർ കൊടുക്കുക 1 2. ഇനി ചോദിച്ച ഇക്വേഷനിലേക്ക് എത്താൻ ആ തന്ന ഇക്വേഷന് നമ്മൾ എന്ത് ചെയ്യണം എന്ന് നോക്കുക. ചോദിച്ച ഇക്വേഷനിലെ പ്രൊഡക്റ്റ് CO, ചോദിച്ച ഇക്വേഷനിലെ റിയാക്റ്റൻ്റ് കാർബണും ഹാഫ് O2. തന്ന ഇക്വേഷനിൽ ഇവിടെ C ഉണ്ട്, നമുക്ക് റിയാക്റ്റൻറ്റിൽ C വേണം. അപ്പോൾ ഈ ഇക്വേഷൻ ഒന്നും ചെയ്യണ്ട. ഇവിടെ CO ഇത് റിയാക്റ്റൻ്റെ സൈഡിലാണ്, അതിനെ പ്രൊഡക്റ്റിക്ക് മാറ്റണം. അപ്പോൾ ഈ സെക്കൻഡ് ഇക്വേഷൻ നമ്മൾ റിവേഴ്സ് ചെയ്യണം. അപ്പോൾ എൻ്റെ മക്കളെ മനസ്സിൻ്റെ അകത്തൊക്കെ ഉണ്ടാവും, നിങ്ങൾ ഇരുന്ന് പഠിക്കായിരുന്നു ദിവസമൊക്കെ. ഒരു ഇക്വേഷൻ നാം റിവേഴ്സ് ചെയ്താൽ അതിൻ്റെ എൻതാൽപ്പി ചേഞ്ചിൻ്റെ സൈനും ഓപ്പോസിറ്റ് ആവും. സോ ലിസൺ ഹിയർ. സോ ഈ ക്വസ്റ്റ്യൻ ആൻസർ ഇത് ഈ 2 ഇക്വേഷൻ്റെ എൻതാൽപ്പിയും ആഡ് ചെയ്താൽ ഇത് കിട്ടും. പക്ഷേ സെക്കൻഡ് ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്യണം? റിവേഴ്സ് ചെയ്യണം. അപ്പോഴേ CO പ്രൊഡക്റ്റിൽ എത്തുള്ളൂ. സോ ദ ആൻസർ ഈസ് ഇക്വേഷൻ 1 പ്ലസ് ഇക്വേഷൻ 2 റിവേഴ്സ്. ഇക്വേഷൻ 1 പ്ലസ് ഇക്വേഷൻ 2 റിവേഴ്സ്. ഇനി നമ്മൾ അങ്ങനെ എഴുതി ചെയ്യേണ്ട ആവശ്യമില്ല.
വാല്യൂ വെച്ച് ചെയ്താൽ മതി. ഇക്വേഷൻ 1ൻ്റെ വാല്യൂ -393 പ്ലസ് ഇക്വേഷൻ 2 റിവേഴ്സ് ചെയ്താൽ -283 എന്നുള്ളത് +283 ആ വാല്യൂ ആഡ് ചെയ്തപ്പോൾ ദ ആൻസർ ഈസ് -110 കിലോ ജൂൾ. -110 കിലോ ജൂൾ. ഈ ക്വസ്റ്റ്യൻ ഹെസ്സസ് ലോയുടെ ബേസിലുള്ള ക്വസ്റ്റ്യനാണ്. ഹെസ്സസ് ലോ എന്താണെന്ന് ഞാൻ വ്യക്തമായിട്ടാണ് പറഞ്ഞു തന്നിട്ടില്ല. അതിൻ്റെ ബേസിലുള്ള ക്വസ്റ്റ്യൻ ചെയ്യാൻ നിങ്ങളെ പഠിപ്പിച്ചു. ഇനി ഇത് ഹെസ്സസ് ലോ ആണ് എന്ന് ഞാൻ തെളിയിച്ചാണ് തരാം. ജസ്റ്റ് ലുക്ക് ഹിയർ. കാർബൺ ഓക്സിജനുമായി കൂടി ചേർന്നിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവുന്ന ഇക്വേഷൻ, അതേ കാർബൺ ഹാഫ് ഓറ്റുമായി കൂടി ചേർന്നിട്ട് CO ഉണ്ടാവുന്ന ഇക്വേഷൻ, അതേ CO ഹാഫ് ഓറ്റുമായി കൂടി ചേർന്ന് CO2 ഉണ്ടാവുന്ന ഇക്വേഷൻ. ഈ 3 ഇക്വേഷൻ ഞാൻ ഇവിടെ വരച്ചിട്ടുണ്ട്. CO2 കൂടി ചേർന്ന് CO2 ഉണ്ടാവുന്ന വാല്യൂ -393. ഈ വാല്യാണ് ഇതല്ലേ -393. സി ഹാഫ് ഓറ്റുമായി കൂടി ചേർന്ന CO ഉണ്ടാവുന്ന ഇക്വേഷൻ അവർ തന്നിട്ടില്ല. ക്വസ്റ്റ്യൻ മാർക്ക് തന്നിട്ടില്ല. CO ഹാഫ് ഓറ്റുമായി കൂടി ചേർന്ന് CO2 ഉണ്ടാവുന്ന ഇക്വേഷൻ തന്നിട്ടുണ്ട്. -283. So listen here. ഇതാണ് എസ്എസ് ലോ. The enthalpy change is same whether the process takes place in a single step or several step. So this value -393 എന്ന് പറയുന്ന വാല്യൂ ഈ ഒരു സ്റ്റെപ്പിൽ നടക്കുന്ന വാല്യൂവും ഈ വാല്യൂവിൻ്റെ മൊത്തം സമ്മായിരിക്കും. ക്വസ്റ്റ്യൻ മാർക്ക് പ്ലസ് കണ്ടോ, ക്വസ്റ്റ്യൻ മാർക്ക് പ്ലസ് -283. അപ്പോൾ ക്വസ്റ്റ്യൻ മാർക്ക് ഈക്വൽ ടു -393 +283 ഈക്വൽ ടു -110 കിലോ ജൂൾ. -110 കിലോ ജൂൾ കണ്ടോ, സെയിം ആൻസറിലാണ് എത്തിയത്. ഇതാണ് ഹെസ്സസ് ലോ. The enthalpy change is same whether the process takes place in a single step or several step. അപ്പോൾ നിങ്ങളുടെ പരീക്ഷയ്ക്ക് ഇല്ലസ്ട്രേറ്റ് ഹെസ്സസ് ലോ എന്ന് ചോദിച്ചാൽ, ഇല്ലസ്ട്രേറ്റ് ഹെസ്സസ് ലോ, എക്സ്പ്ലെയിൻ എസ്എസ് ലോ, ഇല്ലസ്ട്രേറ്റ് എസ്എസ് ലോ ഇതൊക്കെ ചോദിക്കുമ്പോൾ ഹെസ്സസ് ലോൻ്റെ ഡെഫിനിഷൻ എഴുതുക, എന്നിട്ട് ഇല്ലസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു കൊടുക്കണം. അതിന് ഇത്ര മാത്രമേ ഉള്ളൂ. എ ആരോ ഡി, ഇതിൻ്റെ എൻതാൽപ്പി ചേഞ്ച് അറിയില്ല. എ ആരോ ബി, ബി ആരോ സി, സി ആരോ ഡി, ഇതിൻ്റെ വാല്യൂ x1, ഇത് x2, ഇത് x3 എങ്കിൽ ഈ അറിയാത്ത വാല്യൂ y ആണെങ്കിൽ ദീസ് y ഈക്വൽ ടു x1 പ്ലസ് x2 പ്ലസ് എന്തായിരിക്കും x3. ഇങ്ങനെ ഇല്ലസ്ട്രേറ്റ് ചെയ്ത് കൊടുത്താൽ അതിൻ്റെ മാർക്ക് കിട്ടും, എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്താൽ എക്സ്പ്ലനേഷൻ്റെ മാർക്ക് കിട്ടും, അതിൻ്റെ ബേസിലുള്ള ക്വസ്റ്റ്യൻ്റെ ആൻസർ ചെയ്ത് കൊടുത്താൽ ആ രൂപത്തിൽ അതിൻ്റെ മാർക്കും കിട്ടും. അപ്പോൾ ഓരോന്നും വ്യക്തമായിട്ട് തന്നെ മനസ്സിലാക്കി നിങ്ങൾ ചെയ്യണം. ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞ് കരുതി ഇല്ലസ്ട്രേഷൻ അവിടെ നടക്കുന്നില്ല, നമ്മൾ വേറെ തന്നെ ക്വസ്റ്റ്യൻ്റെ കൂടെ ചെയ്ത് കൊടുക്കണം. എനിവേ ഹെസ്സസ് ലോ, പിന്നെ ഈ ചാപ്റ്റർ ഹെസ്സസ് ലോയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. പിന്നെ ഈ ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് ഭാഗത്ത് വരുന്ന സ്പോണ്ടേനിറ്റി ആൻഡ് സ്പോണ്ടേനിയസ് പ്രോസസ്സ്, ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞ് ഇതിൽ 2-3 പ്രീവിയസ് ചെയ്യുന്നുണ്ട്. അല്ല, എൻതാൽപ്പി പോസിറ്റീവായ പ്രോസസ്സും സ്പോണ്ടേനിയസ് ആയിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ സ്പോണ്ടേനിറ്റിയെ സ്വാധീനിക്കുന്ന ഫാക്ടർ എൻതാൽപ്പി ചേഞ്ച് അല്ലാതെ വേറൊരു ഫാക്ടറും സ്വാധീനിക്കുന്നുണ്ട്. അതാണ് എൻട്രോപ്പി അഥവാ എസ്. എൻട്രോപ്പി ചേഞ്ച് ഡെൽറ്റ എസ്. എൻട്രോപ്പി ഈസ് ദ ഡിഗ്രി ഓഫ് ഡിസോർഡർ ഓർ റാൻഡംനെസ്. വെള്ളം വേപ്പറാകുമ്പം മോർ ഡിസോർഡർ ഫോമൊക്കെ മാറുന്നത്. എൻട്രോപ്പി കൂടുകയാണ്, ഡിസോർഡർ കൂടുകയാണ്, ഗ്യാഷ്യസ് സ്റ്റേറ്റൊക്കെ മാറുന്നത്. അപ്പോൾ ഡെൽറ്റ എസ് പോസിറ്റീവ് ആകുന്നത് കൊണ്ടാണ് ആ പ്രോസസ്സ് സ്പോണ്ടേനിയസ് ആയത്. അപ്പോൾ ഒരു പ്രോസസ്സ് സ്പോണ്ടേനിയസ് ആവുന്നതിന് പിന്നിലുള്ള 2 ഡ്രൈവിംഗ് ഫോഴ്സാണ് എനർജി ഫാക്ടറും ഡിസോർഡർ ഫാക്ടറും. എനർജി ഫാക്ടർ പറയും ടുവേർഡ്സ് മിനിമം എനർജി, ഡിസോർഡർ ഫാക്ടർ പറയും ടുവേർഡ്സ് മാക്സിമം ഡിസോർഡർ. അപ്പോൾ ഇങ്ങനെ സംഭവിച്ചാൽ ആ പ്രോസസ്സ് എന്തായാലും സ്പോണ്ടേനിയസ് ആയിരിക്കും. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സംഭവിച്ചാൽ, ഇത് പോസിറ്റീവും ഇത് നെഗറ്റീവും ആയാൽ ആ പ്രോസസ്സ് നോൺ സ്പോണ്ടേനിയസ് ആയിരിക്കും. ഇസനിയർ ഇനി രണ്ടാളും പോസിറ്റീവായാൽ, ഡെൽറ്റ എച്ചും പോസിറ്റീവ്, ഡെൽറ്റ എസും പോസിറ്റീവ്, രണ്ടാളും പോസിറ്റീവായാൽ
ആ പ്രോസസ്സ് സ്പോണ്ടേനിയസ് ആണോ നോൺ സ്പോണ്ടേനിയസ് ആണോ എന്നറിയണമെങ്കിൽ അതിൻ്റെ ഓവറാൾ ഇഫക്റ്റ് അറിയണം. അത് നമ്മൾ ഗിബ്സ് എനർജി വെച്ച് നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്യും. എനിവേ സ്പോണ്ടേനിറ്റിയുടെ കാര്യങ്ങളാണ് എനർജി. അപ്പം സ്പോണ്ടേനിറ്റിയുടെ രണ്ട് ഡ്രൈവിംഗ് ഫോഴ്സ്, ഒന്ന് എനർജി ഫാക്ടറും മറ്റൊന്ന് ഡിസോർഡർ ഫാക്ടറും. ഡിസോർഡർ ആവാനാണ് എല്ലാവർക്കും ഒരു ടെൻഡൻസി. ഇപ്പോൾ ലോക്ക്ഡൗണിൽ വീട്ടിലിരിക്കുന്ന കുട്ടികൾക്കറിയാം, നമ്മൾ വീട്ടിലിങ്ങനെ ഒതുങ്ങി നിൽക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഇറിറ്റേഷൻ ആയിരിക്കും. എല്ലാവർക്കും ഡിസോർഡർ ആവാനാണ് ഇഷ്ടം. അതുകൊണ്ടാണ് നമ്മൾ പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങാനൊരു ടെൻഡൻസി കാണിക്കുന്നത്. ടുവേർഡ്സ് മാക്സിമം ഡിസോർഡർ. ക്ലാസ് റൂമിൻ്റെ അകത്ത് നിൽക്കുന്ന സമയത്ത് സാറ് ബെല്ലടിച്ചു, സ്കൂളിൽ ബെല്ലടിച്ചു. കുട്ടികൾ എന്തിനാ സാറെ ബെല്ലടിച്ച്? ഞാൻ പറഞ്ഞു ഗ്രൗണ്ടിലേക്ക് പോകാനാണ് ബെല്ലടിച്ച്. ഗ്രൗണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ആ പോണ കുട്ടികൾ. കാരണം ഡിസോർഡർ ആവാനുള്ളൊരു ടെൻഡൻസിയാണത്. എന്നാൽ വേറെ ബെല്ലടിച്ചു. കുട്ടികൾ എന്തിനാ സാറെ ബെല്ലടിച്ച്? ഞാൻ പറഞ്ഞു പ്രിൻസിപ്പൾ റൂമിൽ ചെല്ലാൻ പറഞ്ഞു. കുട്ടികളൊക്കെ എന്ന് അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. കാരണം അവിടെ പോയാൽ ഡിസോർഡർ കുറയും. ഡിസോർഡർ ആവാനുള്ള ടെൻഡൻസി. ഇൻസ്ട്രുമെൻ്റൽ ബോക്സിൻ്റെ അകത്ത് സാധനമൊക്കെ അട്ടിക്ക് വെച്ച് നമ്മൾ സ്കൂളിൽ കൊണ്ടുപോകും. പക്ഷേ ബോക്സ് തുറന്നു നോക്കിയാൽ സ്കൂളിലത്തുമൊക്കെ ഡിസോർഡർ ആയിരിക്കും. ടുവേർഡ്സ് മാക്സിമം ഡിസോർഡർ. ഡ്രസ്സ് മടക്കി വെക്കുന്നവർക്കറിയാം ഡ്രസ്സിനൊക്കെ ഡിസോർഡർ നിൽക്കാനാണ് ഇഷ്ടം. ടുവേർഡ്സ് മാക്സിമം ഡിസോർഡർ. ഡിസോർഡർ ആവാനുള്ള ടെൻഡൻസി ഡെൽറ്റ എസ് പോസിറ്റീവ്. അപ്പോൾ ഡെൽറ്റ എച്ചും ഡെൽറ്റ എസ്സും. ഡെൽറ്റ എസ് എൻട്രോപ്പി. Entropy is the degree of disorder or randomness. Delta S is equal to Q reversible by T. Delta S total equal to Delta S system plus Delta S surrounding. ഈ ഡെൽറ്റ എസ് ടോട്ടൽ പോസിറ്റീവ് ആണെങ്കിൽ ദാറ്റ് പ്രോസസ് ഈസ് സ്പോണ്ടേനിയസ്. ഡെൽറ്റ എസ് ടോട്ടൽ നെഗറ്റീവ് ആണെങ്കിൽ നോൺ സ്പോണ്ടേനിയസ്. ഡെൽറ്റ എസ് ടോട്ടൽ 0 ആണെങ്കിൽ ഈക്വിലിബ്രിയം. ഇനി ഇതിൻ്റെ ഓവറാൾ ഇഫക്റ്റ് ഗിബ്സ് എനർജി വെച്ചിട്ട് നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. സനിയർ, ഗിബ്സ് എനർജി ജി, ഗിബ്സ് ഫ്രീ എനർജി ജി, ചേഞ്ച് ഡെൽറ്റ ജി. ഇതും എൻതാൽപ്പിയും എൻട്രോപ്പിയും തമ്മിലുള്ള റിലേഷൻ ഡെൽറ്റ ജി ഈക്വൽ ടു ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ്. ഡെൽറ്റ ജി ഈക്വൽ ടു ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ്. Listen here, Gibbs energy is the maximum amount of energy which converted into useful work. Delta G equal to delta H minus T delta S. Delta H minus T delta S. ഒരു പ്രോസസ് സ്പോണ്ടേനിയസ് ആവാൻ ഗിബ്സ് എനർജി കുറഞ്ഞു വരണം. അതിനകത്ത് ആ ഗിബ്സ് എനർജി വർക്കായി മാറുകയാണ്. അപ്പോൾ ഗിബ്സ് എനർജി കുറയുമ്പോഴാണ് വർക്ക് നടക്കുന്നത്. ഡെൽറ്റ ജി നെഗറ്റീവ് ആകുമ്പോഴാണ് പ്രോസസ് സ്പോണ്ടേനിയസ് ആവുന്നത്. മറക്കണ്ട, ഡെൽറ്റ ജി പോസിറ്റീവ് ആണെങ്കിൽ ആ പ്രോസസ് നോൺ സ്പോണ്ടേനിയസ് ആണ്. ഡെൽറ്റ ജി 0 ആണെങ്കിൽ ആ പ്രോസസ് ഈക്വിലിബ്രിയാണ്. അപ്പോൾ ലിസണിയാഷ്, ഡെൽറ്റ ജി നെഗറ്റീവ് ആയാൽ സ്പോണ്ടേനിയസ്, ഡെൽറ്റ ജി പോസിറ്റീവ് ആയാൽ നോൺ സ്പോണ്ടേനിയസ്, ഡെൽറ്റ ജി 0 ആയാൽ ഈക്വിലിബ്രിയം. ഇനി നിങ്ങൾക്ക് കുറച്ച് കോൺസെപ്റ്റുകൾ കാണിച്ചു തരാം, നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാം. ഡെൽറ്റ എച്ച് നെഗറ്റീവ് നോക്കൂട്ടോ. ഡെൽറ്റ എച്ച് നെഗറ്റീവ്, ഡെൽറ്റ എസ് പോസിറ്റീവ്. മക്കൾ ശ്രദ്ധിക്കണം. ഡെൽറ്റ എച്ച് നെഗറ്റീവ്, ഡെൽറ്റ എസ് പോസിറ്റീവ്. അപ്പോൾ ഡെൽറ്റ ജിൻ്റെ സൈൻ എന്തായിരിക്കും? നെഗറ്റീവ് മൈനസ് പോസിറ്റീവ്. ഇതിൻ്റെ സൈൻ നെഗറ്റീവ് ആയിരിക്കും. ദാറ്റ് പ്രോസസ് ഈസ് സ്പോണ്ടേനിയസ് അറ്റ് ഓൾ ടെമ്പറേച്ചർ. ക്ലിയർ അല്ലേ? ഞാൻ ഇതിൻ്റെ ഓപ്പോസിറ്റ് എടുക്കുകയാണ്. ഇത് പോസിറ്റീവ്, ഇത് നെഗറ്റീവ്. പോസിറ്റീവ് മൈനസ് നെഗറ്റീവ് മൊത്തം പോസിറ്റീവായി. അപ്പോൾ ഡെൽറ്റ ജി പോസിറ്റീവായി. ദാറ്റ് പ്രോസസ് ഈസ് നോൺ സ്പോണ്ടേനിയസ് അറ്റ് ഓൾ ടെമ്പറേച്ചർ. ഇനി രണ്ടാളും പോസിറ്റീവായാൽ ഡെൽറ്റ എച്ച് പോസിറ്റീവ്, ഡെൽറ്റ എസ് പോസിറ്റീവ്. പോസിറ്റീവ് മൈനസ് പോസിറ്റീവ് ചെയ്താൽ ഒരു പക്ഷേ നെഗറ്റീവ് സൈനും വരാം, പോസിറ്റീവ് സൈനും വരാം. എപ്പോഴാണ് നെഗറ്റീവ് സൈന് വരിക? ഇവിടുത്തെ വാല്യൂ വലുതാണെങ്കിൽ ഇതിൻ്റെ സൈന് നെഗറ്റീവായിരിക്കും. അഥവാ സ്പോണ്ടേനിയസ് ആവാൻ, ഡെൽറ്റ ജി നെഗറ്റീവ് ആവാൻ ടെമ്പറേച്ചർ കൂടിയാൽ മതി. ദ പ്രോസസ് ഈസ് സ്പോണ്ടേനിയസ് അറ്റ് ഹൈ ടി. ഹൈ ടെമ്പറേച്ചറിൽ അത് സ്പോണ്ടേനിയസ് ആയിരിക്കും, ലോ ടെമ്പറേച്ചറിൽ അത് നോൺ സ്പോണ്ടേനിയസ് ആയിരിക്കും. ഇനി രണ്ടാളും നെഗറ്റീവായാൽ നെഗറ്റീവ് മൈനസ് നെഗറ്റീവ്. അപ്പോൾ ഈ നെഗറ്റീവും പോസിറ്റീവായി. അപ്പോൾ ഇതിൻ്റെ സൈൻ നെഗറ്റീവ് വരണമെങ്കിൽ ടെമ്പറേച്ചർ കുറയണം. അപ്പോൾ രണ്ടാളും ഡെൽറ്റ എച്ചും പോസിറ്റീവ്, ഡെൽറ്റ എസും പോസിറ്റീവ്. അപ്പോൾ അത് സ്പോണ്ടേനിയസ് ആവുന്ന ഹൈ
ടി, സ്പോണ്ട അറ്റ് ഹൈ ടി, അങ്ങനെ വേണമെങ്കിൽ പാടി പഠിക്കാം. ഡെൽറ്റ എച്ച് പോസിറ്റീവ്, ഡെൽറ്റ എസ് പോസിറ്റീവ്, സ്പോണ്ട അറ്റ് ഹൈ ടി, സ്പോണ്ട അറ്റ് ഹൈ ടി. ഡെൽറ്റ എച്ച് നെഗറ്റീവ്, ഡെൽറ്റ എസ് നെഗറ്റീവ്, സ്പോണ്ട അറ്റ് ലോ ടി, സ്പോണ്ട അറ്റ് ലോ ടി, അങ്ങനെ പഠിക്കാം. സ്കൂളിൽ നിന്നൊക്കെ ടൂർ പോകുമ്പോൾ പാടാൻ പറ്റിയ പാട്ടാണ്. ഡെൽറ്റ എച്ച് പോസിറ്റീവ്, ഡെൽറ്റ എസ് പോസിറ്റീവ്, സ്പോണ്ട അറ്റ്, അപ്പോൾ എല്ലാവരും ഹൈ ടി. ഡെൽറ്റ എച്ച് നെഗറ്റീവ്, ഡെൽറ്റ എസ് നെഗറ്റീവ്, സ്പോണ്ട അറ്റ് ലോ ടി, അങ്ങനെ നമ്മൾ ക്ലാസ്സിലും പാടി പഠിപ്പിക്കാറുണ്ട്. എനിവേ, അപ്പം ആ കോൺസെപ്റ്റാണത്. ഇനി ഇക്വിലിബ്രിയം ആവുന്നത് ശ്രദ്ധിക്കണം. ഇക്വിലിബ്രിയം ആവുന്നത് ഡെൽറ്റ ജി 0 ആണെങ്കിൽ, ഡെൽറ്റ ജി 0 ആണെങ്കിൽ ആ പ്രോസസ്സ് ഇക്വിലിബ്രിയാണ്. അപ്പം അറ്റ് ഇക്വിലിബ്രിയം ഡെൽറ്റ ജി 0, അപ്പോൾ ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ് ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ഡെൽറ്റ എച്ച് ഈക്വൽ ടു ടി ഡെൽറ്റ എസ്, അപ്പോൾ ടി ഈക്വൽ ടു ഡെൽറ്റ എച്ച് ബൈ ഡെൽറ്റ എസ്. ഗുഡ്സ്. ടി ഈക്വൽ ടു ഡെൽറ്റ എച്ച് ബൈ ഡെൽറ്റ എസ്, ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ് 0, ഡെൽറ്റ എച്ച് ടി ഡെൽറ്റ എസ്, ടി ഈക്വൽ ടു ഡെൽറ്റ എച്ച് ബൈ ഡെൽറ്റ എസ്, ഡെൽറ്റ എച്ച് ബൈ ഡെൽറ്റ എസ്. ഇത് ഈക്വിലിബ്രിയം അറ്റൈൻ ചെയ്യുന്ന ടെമ്പറേച്ചറാണ്. എൻ്റെ മക്കൾ ശ്രദ്ധിക്കണം. എൻ്റെ മക്കൾ കുറച്ച് മുമ്പ് പാടിയിട്ടുള്ളൂ അറ്റ് ഹൈ ടി ലോ ടി എന്നൊക്കെ പാടിയില്ലായിരുന്നോ? ആ ടി ഈ ടി ആണ്, ഡെൽറ്റ എച്ച് ബൈ ഡെൽറ്റ എസ്. അപ്പം നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഡെൽറ്റ എച്ചും ഡെൽറ്റ എസിൻ്റെയും വാല്യൂ തന്നു. അറ്റ് വാട്ട് ടെമ്പറേച്ചർ ദ പ്രോസസ് വിൽ ബിക്കം സ്പോണ്ടേനിയസ്. അപ്പോൾ നിങ്ങൾ ടി കാണുക, ഡെൽറ്റ എച്ച് ബൈ ഡെൽറ്റ എസ് കാണുക, എന്നിട്ട് രണ്ടാളുടെയും സൈന് നോക്കുക. രണ്ടാളും പോസിറ്റീവ് ആണെങ്കിൽ എന്താ പഠിച്ചത്? ഡെൽറ്റ എച്ച് പോസിറ്റീവ്, ഡെൽറ്റ എസ് പോസിറ്റീവ്, സ്പോണ്ട അറ്റ് ഹൈ ടി. നിങ്ങൾ കണ്ടുപിടിച്ച ടെമ്പറേച്ചറിൻ്റെ മുകൾക്കായിരിക്കും സ്പോണ്ടേനിയസ്, അതിൻ്റെ താഴോട്ട് നോൺ സ്പോണ്ടേനിയസ് ആയിരിക്കും. ആ രൂപത്തിലാണ് ഇത് ചെയ്യേണ്ടത്. ക്വസ്റ്റ്യൻ ചെയ്ത് ഒരു ക്വസ്റ്റ്യൻ വേണമെങ്കിൽ കാണിച്ചു തരാം. സനിയാഷ്, പിന്നെ ഈ കഴിഞ്ഞ മോഡൽ എക്സാമിന് ചോദിച്ചിരുന്നു ഒരു ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. NCERT ക്വസ്റ്റ്യനാണ്. കൺസിഡർ എ ഹൈപ്പോത്തറ്റിക്കൽ റിയാക്ഷൻ, consider a hypothetical reaction to A plus B gives C. Delta H equal to 400 kilojoule. Delta S equal to 0.2 kilojoule mole raised to -1. At what temperature the process will become spontaneous? At what temperature the process will become spontaneous. അപ്പോൾ എൻ്റെ മക്കൾ ചെയ്യേണ്ടത്, മക്കൾ പറഞ്ഞോളൂ, എന്താ ടെമ്പറേച്ചർ കാണുന്ന ഇക്വേഷൻ? എന്താ? ടി ഈക്വൽ ടു, മക്കൾ പറ സമയം കഴിയാനായി. ടി ഈക്വൽ ടു ഡെൽറ്റ എച്ച് ബൈ ഡെൽറ്റ എസ്. ഗുഡ്സ്. ടി ഈക്വൽ ടു ഡെൽറ്റ എച്ച് ബൈ ഡെൽറ്റ എസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് എത്രയാണ്? 400 ഡിവൈഡഡ് ബൈ, രണ്ടിൻ്റെ യൂണിറ്റും കിലോ ജൂൾ ആയതുകൊണ്ട് കുഴപ്പമില്ല, കിലോ ജൂൾ മോൾ റേസ് ടു കെൽവിൻ റേസ് ടു -1 മോൾ റേസ് ടു -1. യൂണിറ്റ് എൻട്രോപ്പിയുടെ ശ്രദ്ധിക്കണം, ക്വസ്റ്റ്യനിലുണ്ടാവും. 400 ബൈ 0.2, 400 ബൈ 0.2 എന്ന് പറഞ്ഞാൽ 0.2 പറഞ്ഞാൽ 2/10 ആണ്. 10 മുകൾക്ക് പോവും. 4000 ബൈ 2, 4000 ബൈ 2, 4000 പകുതി 2000 കെൽവിൻ, 2000 കെൽവിനിൽ ആ പ്രോസസ് ഈക്വിലിബ്രിയാണ്. ടി ഈക്വൽ ടു ഡെൽറ്റ എച്ച് ബൈ ഡെൽറ്റ എസ് ആണ്. 2000 കെൽവിനിൽ ഈക്വിലിബ്രിയാണ്. അറ്റ് വാട്ട് ടെമ്പറേച്ചർ ദ പ്രോസസ് വിൽ ബിക്കം സ്പോണ്ടേനിയസ്? ദ ആൻസർ ഈസ്, രണ്ടാളുടെയും സൈന് പോസിറ്റീവ് ആയതുകൊണ്ട് സ്പോണ്ട അറ്റ് ഹൈ ടി, സ്പോണ്ട അറ്റ് ഹൈ ടി 2000 മുകൾക്കാണ് ആ പ്രോസസ് സ്പോണ്ടേനിയസ് ആവുന്നത്. 2000 മുകൾക്കാണ് ആ പ്രോസസ് സ്പോണ്ടേനിയസ് ആവുന്നത്. എബോവ് 2000 കെൽവിൻ. സനിയാഷ്, പിന്നെ നിങ്ങളോട് ചോദിക്കാൻ സാധ്യതയുള്ളത് എന്താണ് എൻട്രോപ്പി? ഇതുമായി ബന്ധപ്പെട്ട ഇക്വേഷൻസ്, പ്രോബ്ലംസുകൾ, സ്പോണ്ടേനിറ്റി, പിന്നെ ഓരോ റിയാക്ഷൻ തരും. ഇപ്പോൾ H2O ലിക്വിഡ് ആരോ, H2O സോളിഡ്, വെള്ളം ഐസാവുക. അപ്പോൾ അതിൻ്റെ എൻട്രോപ്പി കൂടോ കുറയോ എന്ന്, ഡെൽറ്റ എസ് പോസിറ്റീവാണോ നെഗറ്റീവാണോ? അതിൻ്റെ ആൻസർ ലിക്വിഡ് ആകുമ്പോൾ, ലിക്വിഡ് സോളിഡ് ആകുമ്പം ഡിസോർഡർ കുറയും. സോ എൻട്രോപ്പി ചേഞ്ച് ഈസ് നെഗറ്റീവ്. ഇതേപോലെ H2O ലിക്വിഡ് ആരോ H2O ഗ്യാസ് ആണെങ്കിൽ
എൻട്രോപ്പി ചേഞ്ച് പോസിറ്റീവ്. ഡിസോർഡർ കൂടി. പിന്നെ സോൾട്ട് വെള്ളത്തിൽ ലയിപ്പിച്ചാൽ സോഡിയം ക്ലോറൈഡ് ഡിസോൾവ് ഇൻ വാട്ടർ, ഡിസോർഡർ കൂടി, ഡെൽറ്റ എസ് പോസിറ്റീവ്. കാർബൺ ബേൺ ചെയ്താൽ കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസുകളായി മാറി, ഡെൽറ്റ എസ് പോസിറ്റീവ്. വളരെ രസകരമായ നിങ്ങൾക്ക് ചിന്തിക്കാനുള്ളൊരു കോൺസെപ്റ്റ് ഞാൻ മൈൻഡിലേക്ക് തരികയാണ്. കോഴിമുട്ട നമ്മൾ ബോയിൽ ചെയ്തെടുത്താൽ, വെൻ ആൻ എഗ് ഈസ് ഹാർഡ് ബോയിൽഡ്, അതിൻ്റെ ഡിസോർഡർ എൻട്രോപ്പി ചേഞ്ച് എന്താണെന്ന് ചോദിച്ചാൽ സ്വാഭാവികവശായും നമ്മൾ ചിന്തിക്കും കോഴിമുട്ട പുഴുങ്ങിയെടുക്കുമ്പോൾ, ബോയിൽ ചെയ്തെടുക്കുമ്പോൾ അതൊരു സോളിഡിഫൈ ചെയ്യാമെന്ന് തോന്നിപ്പോവും. അപ്പോൾ എൻട്രോപ്പി ചേഞ്ച് നെഗറ്റീവാണെന്ന് നമ്മൾ എഴുതും. പക്ഷേ അതിന് എൻട്രോപ്പി ചേഞ്ച് പോസിറ്റീവാണ്. കാരണം അവിടെ ഡീനാച്ചുറേഷൻ ഓഫ് പ്രോട്ടീനാണ് സംഭവിക്കുന്നത്. പ്രോട്ടീൻ്റെ അകത്തുള്ള ഹൈഡ്രജൻ ബോണ്ടൊക്കെ ബ്രേക്ക് ചെയ്ത് മോർ കൊയാഗുലേറ്റഡ് ഫോമായി മാറുകയാണ്. അല്ലാതെ അത് സോളിഡിഫിക്കേഷൻ അല്ല. കാരണം ഒരു സാധനം സോളിഡിഫൈ ചെയ്യാൻ ചൂടാക്കില്ല ചെയ്യുക, ടെമ്പറേച്ചർ കുറക്കുകയാണ് ചെയ്യുക. കോഴിമുട്ട ഫ്രിഡ്ജിൽ വെച്ചിട്ടല്ല പുഴുങ്ങിയെടുക്കുന്നത്, ചൂടാക്കിയിട്ടാണ് പുഴുങ്ങിയെടുക്കുന്നത്. സോ അതിൻ്റെ എൻട്രോപ്പി ചേഞ്ച് പോസിറ്റീവാണ് എന്ന് സാന്ദർഭികശാൽ പറയുന്നു. ഇങ്ങനെ എൻട്രോപ്പി ചേഞ്ചിൻ്റെ സൈന് ചോദിക്കുന്ന ചോദ്യം പ്രതീക്ഷിക്കാം. തെർമോഡൈനാമിക്സ് എന്ന് പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യം ഒരു 5 മിനിറ്റിനുള്ളിൽ ഞാൻ ഓടിച്ച് പറയുകയാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുകളാണ്. Question is previous year questions. What is the question ശ്രദ്ധിക്കുക. What is meant by entropy of a system? അതാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. Entropy is the degree of disorder or randomness. What happens to the entropy during the following changes? കണ്ടോ, ഇതേപോലെ ചേഞ്ച് എന്നിട്ട് എൻട്രോപ്പിൻ്റെ സൈന് ചോദിക്കുന്നു. കഴിഞ്ഞ വർഷം ചോദിച്ചു. എ ഗ്യാസ് കണ്ടൻസസ് ഇൻ ടു ലിക്വിഡ്. ഒരു ഗ്യാസ് ലിക്വിഡ് ആകുമ്പോൾ, എല്ലാവരും പറഞ്ഞോളൂ, ഗ്യാസ് ലിക്വിഡ് ആകുമ്പോൾ ഡിസോർഡർ കൂടുക കുറയോ? കുറയും. എൻട്രോപ്പി ചേഞ്ച് നെഗറ്റീവ്. CaCO3 സോളിഡ്, കാൽസ്യം കാർബണേറ്റിനെ ചൂടാക്കിയാൽ CaCO3 സോളിഡ് ഗീവ്സ് CaO സോളിഡ് പ്ലസ് CO2 ഗ്യാസ്. കഴിഞ്ഞ വർഷം ചോദിച്ച ചോദ്യം എൻട്രോപ്പി ചേഞ്ച് എന്താണെന്ന്. ഇത് സോളിഡായിരുന്നു, ഇതിൻ്റെ അകത്തുനിന്ന് ഗ്യാസുകൾ ഉണ്ടായി, ഡിസോർഡർ കൂടി. സോ ഡെൽറ്റ എസ് പോസിറ്റീവ്. പിന്നെ റൈറ്റ് ദ തെർമോകമ്യൂണിക്കേഷൻ കറസ്പോണ്ടിങ് ദ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് ബെൻസീൻ. ബെൻസീൻ്റെ ഫോർമേഷൻ്റെ എൻതാൽപ്പിയാണ് ചോദിച്ചത്. ഇപ്പോൾ നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞിട്ടുള്ളൂ ഫോർമേഷൻ്റെ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഡെഫിനിഷൻ. ഇറ്റ് ഈസ് ദ എൻതാൽപ്പി ചേഞ്ച് വെൻ 1 മോൾ ബെൻസീൻ്റെ ഫോർമുല C6H6, 1 മോൾ ഫോംഡ് ഫ്രം ഇറ്റ്സ് കോൺസ്റ്റിറ്റ്വൻ്റ് എലമെൻറ്റ്സ്. ഇതിലെ കോൺസ്റ്റിറ്റ്വൻ്റ് എലമെൻറ്റ് കാർബണും ഹൈഡ്രജനും. 6 കാർബൺ സോളിഡ് ഗ്രാഫൈറ്റ്, 6 കാർബൺ സോളിഡ് ഗ്രാഫൈറ്റ് പ്ലസ് 6 ഹൈഡ്രജൻ ഉണ്ടാവാൻ 3H2 ഗ്യാസ്. ഇതാണ് ബെൻസീൻ്റെ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ. ചോദിച്ച ക്വസ്റ്റ്യനാണ്. ഇസനിയാഷ്. പിന്നെ അതേപോലെ ഡെൽറ്റ H ഈക്വൽ ടു ഡെൽറ്റ U പ്ലസ് ഡെൽറ്റ NGRT വെച്ചുള്ള ക്വസ്റ്റ്യൻസുകൾ ചോദിച്ചിട്ടുണ്ട്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണം. പിന്നെ ഇപ്പം നമ്മൾ ശ്രദ്ധിക്കണം. Some macroscopic system are given below. Help Reena to classify into groups under suitable. ഓക്കെ, അങ്ങനെ ചോദിക്കാറുണ്ട്. പ്രോപ്പർട്ടീസിൻ്റെ ക്ലാസിഫിക്കേഷൻ ഉണ്ട്. പാത്ത് ഫംഗ്ഷനുണ്ട്, സ്റ്റേറ്റ് ഫംഗ്ഷനുണ്ട്. പാത്ത് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന പ്രോപ്പർട്ടി. സ്റ്റേറ്റ് ഫംഗ്ഷൻ പാത്ത് ഇൻഡിപെൻഡൻറ്റ് പ്രോപ്പർട്ടി. പാത്ത് ഫംഗ്ഷൻ്റെ എക്സാമ്പിൾ ഹീറ്റ് ആൻഡ് വർക്കാണ്. സ്റ്റേറ്റ് ഫംഗ്ഷൻ്റെ പ്രോപ്പർട്ടി ടെമ്പറേച്ചർ, പ്രഷർ, വോളിയം, ഇൻറ്റേർണൽ ജി, എൻതാൽപ്പി, ഇതൊക്കെ സ്റ്റേറ്റ് ഫംഗ്ഷനാണ്. ഹീറ്റും വർക്കും പാത്ത് ഫംഗ്ഷനാണ്. എന്നാൽ ഹീറ്റും വർക്കും ആഡ് ചെയ്താൽ ഡെൽറ്റ U സ്റ്റേറ്റ് ഫംഗ്ഷനാണ്. ഇതേപോലെ വേറെ നിങ്ങൾ പഠിച്ച വേറൊരു കോൺസെപ്റ്റാണ് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടീസും ഇൻറ്റൻസീവ് പ്രോപ്പർട്ടീസും. യെസ്, എക്സ്റ്റെൻസീവും ഇൻറ്റൻസീവും. മാസ് എക്സ്റ്റെൻസീവാണ്, മക്കൾ ശ്രദ്ധിക്കണം. മാസ് എന്താണ്? എക്സ്റ്റെൻസീവ്. വോളിയം എക്സ്റ്റെൻസീവ്. മാസ് എക്സ്റ്റെൻസീവ്, വോളിയം എക്സ്റ്റെൻസീവ്. U ഇൻറ്റേർണൽ എനർജി എക്സ്റ്റെൻസീവ്. ടെമ്പറേച്ചർ ഇൻറ്റൻസീവാണ്. ഗുഡ്സ്. പ്രഷർ ഇൻറ്റൻസീവാണ്.
എൻതാൽപ്പി എക്സ്റ്റെൻസീവാണ്, മോളാർ മാസ് ഇൻറ്റൻസീവാണ്, ഡെൻസിറ്റി ഇൻറ്റൻസീവാണ്, മോളാർ മാസ് ഇൻറ്റൻസീവാണ്, ഗ്യാസ് കോൺസ്റ്റൻറ്റ് ആർ ഇൻറ്റൻസീവാണ്, മെൽറ്റിംഗ് പോയിൻ്റ് ഇൻറ്റൻസീവാണ്, ബോയിലിംഗ് പോയിൻ്റ് ഇൻറ്റൻസീവാണ്, സർഫസ് ടെൻഷൻ ഇൻറ്റൻസീവാണ്. എന്താണ് എക്സ്റ്റെൻസീവ്, എന്താണ് ഇൻറ്റൻസീവ്? ഹീറ്റ് കപ്പാസിറ്റി എക്സ്റ്റെൻസീവാണ്, എന്നാൽ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഇൻറ്റൻസീവാണ്. എന്താണ് എക്സ്റ്റെൻസീവ്, എന്താണ് ഇൻറ്റൻസീവ് എന്നുള്ളത് വ്യക്തമായിട്ട് സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. മാസ് എക്സ്റ്റെൻസീവാണ്. എന്തുകൊണ്ട് മാസ് എക്സ്റ്റെൻസീവായി? ഒരു 50 കിലോ അരി അടങ്ങുന്ന ഒരു അരിച്ചാക്ക് നമ്മൾ തലേക്കാണ്ട് വെക്കും പോലെയാണോ ഒരു കിൻഡൽ അരി അടങ്ങുന്ന അരിച്ചാക്ക് തലേക്കാണ്ട് വെച്ചാൽ? നമുക്ക് രണ്ടും ഒരുപോലെ അരിക്കാണ്ട് വികലായിരിക്കും. 50 കിലോ അരി അടങ്ങുന്ന അരിച്ചാക്കും ഒരു കിൻഡൽ അരി അടങ്ങുന്ന അരിച്ചാക്കും തലയിൽ വെക്കുമ്പോൾ വ്യത്യാസം എന്താ? അരിയുടെ കമ്പനി മാറി വ്യത്യാസമാണോ അത്? അല്ല, അത് ക്വാളിറ്റിയാണോ ക്വാണ്ടിറ്റിയാണോ ഡിപ്പെൻഡ് ചെയ്യുന്നത്? യെസ്, ക്വാണ്ടിറ്റിയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്, അല്ലാതെ ക്വാളിറ്റി അല്ല. 50 കിലോ അരി അടങ്ങുന്ന അരിച്ചാക്ക് കടയിൽ വാങ്ങി വെച്ചിട്ടുണ്ട് അച്ഛൻ വീട്ടിലേക്ക് ഫോൺ വിളിച്ച് പറഞ്ഞാൽ കുടുംബത്തിൻ്റെ സാമ്പത്തിക ഭദ്രതയെക്കുറിച്ച് ചിന്തിക്കുന്ന പക്വതയാതൊരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ അരിച്ചാക്ക് തലയിലേറ്റ് വരുന്നതിനെക്കുറിച്ചാണ് ചിന്തിക്കുക. ഓട്ടോയുടെ കാശ് ലാഭിക്കാം. പക്ഷെ 50 കിലോ അരിച്ചാക്ക് തലയിലാണ്ട് ഏറ്റി വെച്ചാൽ അച്ഛൻ ആംബുലൻസിൻ്റെ പൈസ കൂടിയാവും. അപ്പം അങ്ങനെ പോരണ്ട. വീട്ടിൽ നിന്ന് എല്ലാവരെയും കൊണ്ടുപോവാം. ചേട്ടനെയും അനിയനെയും പെങ്ങളെയും ചേട്ടൻ്റെ ഭാര്യനെയും ഭാര്യൻ്റെ അനിയത്തിനും എല്ലാവരും ഏറ്റ് പോവുക. എന്നിട്ട് ചാക്കിൻ്റെ കെട്ടയക്കുക, വ്യത്യസ്ത മാസ് എടുക്കുക. 2 കിലോ എടുക്കുക, ഒരു കുട്ടീൻ്റെ തലയ്ക്ക് വെച്ച് കൊടുക്കുക. 1 കിലോ എടുക്കുക, വേറെ കുട്ടീൻ്റെ തലയ്ക്ക് വെച്ച് കൊടുക്കുക. വ്യത്യസ്ത മാസ് എടുത്താൽ, വ്യത്യസ്ത എമൗണ്ട് എടുത്താൽ വ്യത്യസ്ത മാസ്സായിരിക്കും. മാസ് എക്സ്റ്റെൻസീവാണ്. എമൗണ്ടിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന പ്രോപ്പർട്ടി മറക്കണ്ട. ദ പ്രോപ്പർട്ടീസ് ഹൂസ് വാല്യൂ ഡിപ്പെൻഡ്സ് ദ എമൗണ്ട് ഓഫ് ദ സബ്സ്റ്റൻസ് പ്രസൻറ്റ് ഇൻ ദ സിസ്റ്റം, അതാണ് എക്സ്റ്റെൻസീവ്. എന്നാൽ എമൗണ്ടിനെ ഡിപ്പെൻഡ് ചെയ്യാത്ത പ്രോപ്പർട്ടീസാണ് ഇൻറ്റൻസീവ്. വ്യക്തമായിട്ട് നിങ്ങൾ പഠിച്ചു പോകണം, ഡെഫിനിഷൻ അടക്കം പഠിച്ചു പോകണം. ക്ലാസ്സിൽ വെച്ച് ഞാൻ ചോദിച്ചു, ക്വസ്റ്റ്യൻ കണ്ടതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ടെമ്പറേച്ചർ ഇൻറ്റൻസീവാണ്, പ്രഷർ ഇൻറ്റൻസീവാണ്, വോളിയം എക്സ്റ്റെൻസീവാണ്. സംശയം ഉണ്ടെങ്കിൽ നോക്കൂ. ഒരു കണ്ടെയ്നർ, ടെക്സ്റ്റ് ബുക്കിൽ ഇത് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്. ഇതോടെ പറഞ്ഞ് നമ്മൾ വേറെ ചാപ്റ്ററോട് പ്രവേശിക്കും. ഒരു കണ്ടെയ്നർ, ഈ കണ്ടെയ്നറിൻ്റെ വോളിയം വി ആണെന്ന് വിചാരിക്കുക. ഇതിൻ്റെ അകത്തുള്ള ഗ്യാസോ എന്തോ ആയിക്കോട്ടെ, അതിന് ടെമ്പറേച്ചർ ടി. ഞാനിതിനെ നേർപകുതി മുറിച്ചാൽ ഒരു സൈഡിലെ വോളിയം എന്താവും? നേർപകുതി മുറിച്ചാൽ ഒരു സൈഡിലെ വോളിയം V/2 ആവും. ഇവിടുത്തെ വോളിയം V/2. ടെമ്പറേച്ചർ എന്തായിരിക്കും? T/2 ടി തന്നെയായിരിക്കും. അല്ലാതെ ഇത് ആദ്യം 10 ഡിഗ്രി ഉണ്ടായിരുന്നു, നേർപകുതിയാണ് മുറിച്ച് 5 ഡിഗ്രി അങ്ങനെ ഉണ്ടാവില്ല. ടെമ്പറേച്ചർ ടി തന്നെയാണ്. ടെമ്പറേച്ചർ ഇൻറ്റൻസീവ്, വോളിയം എക്സ്റ്റെൻസീവ്. ടെക്സ്റ്റ് ബുക്കിൽ വിശദമായി പറയുന്നുണ്ട്, ഇതേ രൂപത്തിൽ തന്നെ പറയുന്നുണ്ട്. വീട്ടിലെ ചൂടുള്ള കേക്ക് വാങ്ങിയാൽ നമ്മൾ ബർത്ത്ഡേൻ്റെ അന്ന് നമ്മൾ അനിയനെ പോയി വിളിച്ചു, അനിയ എണീക്കുക, എൻ്റെ ബർത്ത്ഡേ ആണ്, അനിയൻ പോടാ അവിടുന്ന്. അമ്മയെ പോയി വിളിച്ചു, അമ്മ എണീറ്റില്ല. നമുക്ക് വളരെ സങ്കടമായി. നമ്മൾ പള്ളിയിലൊക്കെ പോയി അല്ലെങ്കിൽ അമ്പലത്തിലൊക്കെ പോയി പ്രാർത്ഥിച്ചു. തിരിച്ചു പോരുമ്പോൾ ഒരു ചൂടുള്ള കേക്ക് വാങ്ങി നമ്മൾ വീട്ടിലെ ഡൈനിങ് ടേബിളിൽ വെച്ചു. അനിയനെ പോയി വിളിച്ചു, അനിയ എണീക്ക്, ബർത്ത്ഡേ ആണ്. അനിയൻ പോടാ അവിടുന്ന്, കേക്ക് ഉണ്ട്രാ, യൗട്രാ. ചാടി എണീക്കുന്നു, നമ്മൾ ആ കേക്ക് മുറിച്ച് കൊടുക്കുന്നു. വലിയ പീസിന് ഭയങ്കര ചൂട്, ചെറിയ പീസിന് കുറച്ച് ചൂട്, അങ്ങനെയാണോ ചൂടുണ്ടാവുക? ചൂട് നോക്കിയിട്ടാണോ പീസ് എടുക്കേണ്ടത്? മാസ് നോക്കിയിട്ടാണ് പീസ് എടുക്കേണ്ടത്. വോളിയം നോക്കിയിട്ടാണ് പീസ് എടുക്കേണ്ടത്. മാസും വോളിയവുമാണ് എമൗണ്ടിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അത് എക്സ്റ്റെൻസീവാണ്, ടെമ്പറേച്ചർ ഇൻറ്റൻസീവാണ്. ലിസൺ ഹിയർ. അപ്പോൾ എക്സ്റ്റെൻസീവും ഇൻറ്റൻസീവും ശ്രദ്ധിക്കണം നിങ്ങൾ. അത് ക്ലാസിഫൈ ചെയ്യാനും അത് പരസ്പരം മാറ്റി എഴുതാനൊക്കെ ചോദിക്കും. ലിസൺ ഹിയർ. വേറെ ഒരു ക്വസ്റ്റ്യൻ ഫോർ ദ റിയാക്ഷൻ. ഞാനിപ്പോൾ ചെയ്ത മാതിരി ക്വസ്റ്റ്യനാണ്. ഫോർ ദ റിയാക്ഷൻ 2A + B gives C. ഇപ്പം ബോർഡിൽ നമ്മൾ ചെയ്ത ടൈപ്പ് ക്വസ്റ്റ്യൻ തന്നെയാണ് പരീക്ഷ ചോദിച്ചത് 2 വർഷത്തിനുള്ളിലായിട്ട്. 2A + B gives 2D. ഇതാണ് ഇക്വേഷൻ. ΔU തന്നിട്ടുണ്ട്. ΔU = -10.5 കിലോ ജൂൾ. ΔS -44.1 ജൂൾ. ശ്രദ്ധിക്കണം ജൂൾ. കെൽവിൻ റേസ്റ്റ് -1, മോൾ റേസ്റ്റ് -1. മറ്റേ കിലോ ജൂൾ, മോൾ റേസ്റ്റ് -1. കാൽക്കുലേറ്റ് ΔG0. സ്റ്റാൻഡേർഡ് ഗിബ്സ് എനർജി ചേഞ്ച് ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ ചോദിച്ചത്. ΔSും ΔGയും തന്നിട്ടുണ്ട്. നമുക്കറിയാം, ഇപ്പോൾ നമ്മൾ പഠിച്ച് കഴിഞ്ഞിട്ടേ ഉള്ളൂ. എല്ലാവരും ശ്രദ്ധിച്ചോ, ടൈം എടുത്ത് തന്നെ ചെയ്തുതരാം. സ്പീഡിൽ പോയിട്ട് ശ്രദ്ധിക്കാതിരിക്കേണ്ട പ്രധാനപ്പെട്ട ചോദ്യമാണ്. ΔG =
ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ്. ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ്. മക്കൾക്കറിയാം ഡെൽറ്റ എച്ച് വേണം പ്രോബ്ലം ചെയ്യാൻ, പക്ഷേ